Hi students, today we are going to discuss about rural marketing. റൂറൽ മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും റൂറൽ മാർക്കറ്റിംഗ്, അതിൻ്റെ ഇവല്യൂഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റൂറൽ കൺസ്യൂമർ, പൊട്ടൻഷ്യൽ ഫോർ റൂറൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ, ചലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ്, സ്ട്രാറ്റജീസ് ടു ക്യാപ്ചർ റൂറൽ മാർക്കറ്റ്, സം നോട്ട് വർത്തി സക്സസ് സ്റ്റോറീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് റൂറൽ മാർക്കറ്റിംഗ്. The term rural marketing used to be an umbrella term for the people who deal with rural people in one way or another. റൂറൽ പീപ്പിളുമായി ഡീൽ ചെയ്യുന്ന ആളുകളെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റൂറൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇറ്റ് ഗോട്ട് എ സെപ്പറേറ്റ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ആഫ്റ്റർ ദി എക്കണോമിക് റീവാലുവേഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ 1990. 1990-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള എക്കണോമിക് റീവാലുവേഷന് ശേഷമാണ് യഥാർത്ഥത്തിൽ റൂറൽ മാർക്കറ്റിങ്ങിന് ഒരു പ്രത്യേക അർത്ഥവും പ്രാധാന്യവുമൊക്കെ വന്നത്. റൂറൽ മാർക്കറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് മാനേജിങ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് അസസിംഗ്, സ്റ്റിമുലേറ്റിംഗ് ആൻഡ് കൺവേർട്ടിംഗ് ദി പർച്ചേസിംഗ് പവർ ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ് ഇൻ ടു എഫക്റ്റീവ് ഡിമാൻഡ് for specific products and services and moving them to the people in the rural areas to create satisfaction and a better standard of living and thus achieving organizational objective. റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാനേജിങ് ഓഫ് ഓൾ ആക്ടിവിറ്റി, എല്ലാ പ്രവർത്തനങ്ങളും ഇൻവോൾവിംഗ് അസസിംഗ്, സ്റ്റിമുലേറ്റിംഗ്, കൺവേർട്ടിംഗ് ദി പർച്ചേസിംഗ് പവർ ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ്. റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവറിനെ അസസ് ചെയ്യുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, കൺവേർട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമുക്ക് റൂറൽ മാർക്കറ്റിങ്ങിൽ ഉൾപ്പെടുത്താം. റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവറിനെ എഫക്റ്റീവ് ഡിമാൻഡിലേക്കും അതുപോലെ പ്രൊഡക്റ്റ് പർച്ചേസിലേക്കും നയിക്കുന്ന അസസിങ്, സ്റ്റിമുലേറ്റിംഗ് പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും റൂറൽ മാർക്കറ്റിങ്ങിൽ ഉൾപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ, എ ഫേം അസസിങ് ഓർ സ്റ്റിമുലേറ്റിംഗ് ഓർ കൺവേർട്ടിംഗ് ദി പർച്ചേസിംഗ് പവർ ഓഫ് ദി റൂറൽ കൺസ്യൂമേഴ്സ് ഇൻ ടു എഫക്റ്റീവ് ഡിമാൻഡ് ഫോർ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആൻഡ് മൂവിങ് ദ പ്രൊഡക്റ്റ് ടു ദി റൂറൽ ഏരിയ. ആ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, റൂറൽ ഏരിയയിലേക്കുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, അവരത് ഉപയോഗപ്പെടുത്തുന്നു. അതിലൂടെ സാറ്റിസ്ഫാക്ഷനും ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഉണ്ടാകുന്നു, മികച്ച ജീവിത നിലവാരവും ഉണ്ടാകുന്നു. അങ്ങനെ ആ ഫേം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനെ അറ്റൈൻ ചെയ്യുന്നു. ഇറ്റ്സ് എ 2-way മാർക്കറ്റിംഗ് പ്രോസസ് ഇൻ റൂറൽ മാർക്കറ്റ്. റൂറൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ റൂറൽ മാർക്കറ്റിൽ രണ്ട് വഴിയിലൂടെയുള്ള, രണ്ട് മാർഗത്തിലൂടെയുള്ള മാർക്കറ്റിംഗ് പ്രോസസ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, അർബൻ ടു റൂറൽ, പട്ടണത്തിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്ക്. മേജർ പാർട്ട് ഓഫ് ദി റൂറൽ മാർക്കറ്റിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസാക്ഷൻ ഓഫ് അർബൻ മാർക്കറ്റേഴ്സ് ഹൂ സെൽ ദെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ റൂറൽ ഏരിയാസ്. പട്ടണപ്രദേശങ്ങളിലുള്ള മാർക്കറ്റേഴ്സ്, വിപണനക്കാരെന്ത് ചെയ്യുന്നു, അവരുടെ പ്രൊഡക്റ്റുകളെ റൂറൽ ഏരിയയിൽ എന്ത് ചെയ്യുന്നു, വിൽപ്പന നടത്തുന്നതാണ് അർബൻ ടു റൂറൽ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ വരുന്നത്. പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ട്രാക്ടേഴ്സ്, ബൈസിക്കിൾസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഇതെല്ലാം അർബൻ ഏരിയയിൽ നിന്നും റൂറൽ ഏരിയയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മാർക്കറ്റിംഗ് പ്രോസസ്സാണ് റൂറൽ ടു അർബൻ, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും പട്ടണപ്രദേശങ്ങളിലേക്കുള്ള ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബേസിക്കലി ഫാൾ അണ്ടർ ദി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ടതാണ് ഇത്. എ റൂറൽ പ്രൊഡ്യൂസർ സീക്സ് ടു സെൽ ഹിസ് പ്രൊഡ്യൂസ് ഇൻ അർബൻ മാർക്കറ്റ് ലൈക്ക് സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, സ്പൈസസ്, മിൽക്ക് ആൻഡ് റിലേറ്റഡ് പ്രോഡക്ട്സ്. റൂറൽ പീപ്പിൾ അല്ലെങ്കിൽ റൂറൽ പ്രൊഡ്യൂസ്, ഗ്രാമത്തിലെ ഉൽപ്പാദകർ എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങളെ അർബൻ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ? സീഡ്സ്, വിത്തുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, അല്ലേ, വനത്തിൽ നിന്നും കിട്ടിയതായിട്ടുള്ള പ്രോഡക്റ്റുകൾ, സ്പൈസസ്, അതുപോലെ തന്നെ മിൽക്ക്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് പ്രോഡക്റ്റുകളൊക്കെ എന്താണ്, ഇതിന് എക്സാമ്പിളാണ്. ദെൻ റൂറൽ ടു റൂറൽ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ടു വില്ലേജസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ഈച്ച് അതർ. ഒരു ഗ്രാമത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തു നിന്നും മറ്റൊരു ഗ്രാമപ്രദേശവുമായിട്ടുള്ള ആക്ടിവിറ്റീസ്, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസാണ് ഇതിൽ വരുന്നത്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ് ഇതിൽ വരുന്നത്. പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ ടൂൾസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഡ്രസ് മെറ്റീരിയൽസ്, ബുള്ളോക്ക് കാർഡ്സ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് എക്സാമ്പിളായിട്ടുള്ളത്.
It is more developmental than transactional, as its nature is more socio-cultural and economic as compared to the latter's commercial nature. The word rural is so much associated with agriculture and farmers that the rural marketing often confused with agricultural marketing. റൂറൽ എന്ന് പറയുന്ന വാക്ക് സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചറും ഫാമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൃഷിയും അതുപോലെ തന്നെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് റൂറൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പലപ്പോഴും അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനമായിട്ട് റൂറൽ മാർക്കറ്റിങ്ങിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി സോ ആസ് ദ ലാറ്റർ ഈസ് ഓൺലി എ പാർട്ട് ഓഫ് റൂറൽ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്നത് റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. The evolution of the rural marketing. Phase 1 before mid-1960, from independence to green revolution. The main function is agricultural marketing. The major products are agricultural produce. Source of market, rural area, and destination market, urban area. In the phase 2, mid-60s, green revolution to pre-liberalization period. Marketing of agricultural inputs. Major product, agricultural inputs, source market, urban, destination market, rural area. Phase 3, mid-90s, post-liberalization period in 20th century. Function, rural marketing. Major products changed from the agricultural products to consumables and durables for consumption and production. Source of market, urban and rural area. Destination market, rural area. Phase 4, 21st century, developmental marketing, all products and services. Urban and rural area is the source market and urban and rural area is the destination market. Then characteristics of rural market. Rural marketൻ്റെ characteristics ആണ്. ഒന്നാമത്തേത് പറയുന്നു large population, almost rural population constitute about 73% of ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 73% എന്താണ്, റൂറൽ പീപ്പിളാണ്, റൂറൽ പോപ്പുലേഷനാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ദെൻ ഒക്യുപ്പേഷൻ പാറ്റേൺ, അടുത്തത് ജോലി, റൂറൽ ഏരിയയിലുള്ള ഒക്യുപ്പേഷൻ ജോലിയുടെ രീതിയാണ്. അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ ദ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഫോർ മെജോറിറ്റി ഓഫ് ദി റൂറൽ പോപ്പുലേഷൻ. ഭൂരിഭാഗം വരുന്ന ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളുടെയും വരുമാന മാർഗം എന്നുള്ളത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ്. മോർ ദാൻ 60% ഓഫ് റൂറൽ ഇൻകം ഈസ് ഫ്രം അഗ്രികൾച്ചർ. 60% വരുന്ന ഗ്രാമത്തിലെ വരുമാനം എന്നുള്ളത് അഗ്രികൾച്ചറിൽ നിന്നാണ്. ഇൻ ദി ഇവൻ്റ് ഓഫ് ക്രോപ്പ് ഫെയിലിയർ, ദ ഇൻകം ഓഫ് ദി റൂറൽ മാസസ് ഈസ് ഡയറക്ട്ലി അഫക്റ്റഡ്. Then large, diverse and scattered market. In India, the rural market is geographically scattered. ചിതറിക്കിടക്കുന്ന മാർക്കറ്റാണ്. There are maybe less number of shops available to the market products. Diverse and heterogeneous market in terms of religious, linguistic, social and cultural factors. സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഡൈവേഴ്സ് ആയിട്ടുള്ള, അതുപോലെ ഹെട്രോജീനിയസ് വിഭിന്നമായിട്ടുള്ള മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത്. About 700 million Indians live in 6,38,365 villages across India. Then socio-economic position. Majority of rural people have low purchasing power and per capita income. ആളോഹരി വരുമാനവും പർച്ചേസിംഗ് പവറും വളരെ കുറവായിരിക്കും റൂറൽ പീപ്പിളിന്. മോർ ദാൻ 60% ഓഫ് ഹാവ് ഇൻകം ലെസ് ദാൻ 25,000 rupees. 25,000 രൂപയിലും താഴെ ഇൻകമുള്ള ആളുകളാണ് 60% റൂറൽ ഏരിയയിൽ. അബൌട്ട് 14% ഹാവ് ഇൻകം ഗ്രേറ്റർ ദാൻ 50,000 rupees. 50,000 രൂപയിൽ കൂടുതലുള്ള ആളുകൾ വെറും 14%. ലോ ഡിസ്പോസബിൾ ഇൻകം, സർപ്ലസ് ആയിട്ട് വരുന്ന ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇവിടെ റൂറൽ ഏരിയയിൽ. കാരണം അവരുടെ ഡെയിലി നീഡ്സിനെ മീറ്റ് ചെയ്യാൻ മാത്രമേ അവർക്ക് പൈസ ഉണ്ടാവുള്ളൂ. അതുപോലെ ലോ ലിറ്ററസി ലെവൽ
It is estimated that the rural India has a literacy level of 36% as compared to the 62% in urban area. ഗ്രാമപ്രദേശങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പട്ടണപ്രദേശങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിലെ സാക്ഷരതാ നിരക്ക് കുറവാണ്. അതുപോലെ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം വളരെ കുറവാണ് ഇന്ത്യൻ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക്. ലോ ഇൻകം, ലോ പർച്ചേസിംഗ് പവർ, ഓവറോൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്വാർഡ്നെസ്, ഇതൊക്കെ എന്തിന് കാരണമായി തീരുന്നു? ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് നയിക്കുന്നു. വളരെ മോശമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക്, ജീവിത നിലവാരത്തിലേക്ക് അവരെ നയിക്കുന്നു. കുറഞ്ഞ ഇൻകം, കുറഞ്ഞ പർച്ചേസിംഗ് പവർ, ഇതൊക്കെ ഇതിന് കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റൂറൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? ഫുഡ് ഐറ്റംസിന് ആയിരിക്കും കൂടുതൽ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി നോൺ ഫുഡ് ഐറ്റംസിന് സ്പെൻഡ് ചെയ്യുന്ന പണം വളരെ കുറവായിരിക്കും. ദെൻ ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് സിമെൻറ്റഡ് റോഡ്സ്, warehouses, communication system are inadequate in rural area. About 20% of the 6 lakh villages are without telephone facility even today. ഇന്നും ടെലിഫോൺ ഫെസിലിറ്റി ഇല്ലാത്ത 6 lakh villages അല്ലേ? 6 lakh വില്ലേജസിൽ എന്ത് ചെയ്യുന്നു? 6 ലക്ഷം ഗ്രാമങ്ങളിൽ 20% എന്താണ്? ടെലിഫോൺ ഫെസിലിറ്റി ഇല്ലാത്തതാണ്. About 50% of the markets are not connected by റോഡ് മാർഗം സൗകര്യങ്ങളില്ലാത്തതാണ്. Most of the roads are kacha and become unusable during rainy season. റെയിനി സീസണിൽ എന്ത് ചെയ്യുന്നു? മഴക്കാലത്ത് റോഡുകളൊക്കെ എന്ത് ചെയ്യുന്നു? യാത്രയ്ക്ക് ഉപയോഗിക്കാൻ സാധ്യമാകാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്. ആൻഡ് ട്രഡീഷണൽ ഔട്ട്ലുക്ക് വില്ലേജ് ഡെവലപ്പ് സ്ലോലി ആൻഡ് ഹാവ് എ ട്രഡീഷണൽ ഔട്ട്ലുക്ക്. ദേ ആക്സെപ്റ്റ് ചേഞ്ചസ് ഗ്രാജുവലി. പെട്ടെന്നൊരു ചേഞ്ച് വില്ലേജേഴ്സിൻ്റെ ഇടയിൽ, ഗ്രാമീണരുടെ ഇടയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അവർ ചില പാരമ്പര്യങ്ങൾ, ചില കസ്റ്റംസ്, ചില റൂൾസൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. സോ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ഗ്രാജുവലായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ ഡിസ്റ്റൻസ്, വില്ലേജസ് നിയർ ടു ടൗൺസ് ഹാവ് എലമെൻറ്റ്സ് ഓഫ് അർബൻ ലൈഫ്. ഇൻറ്റീരിയർ വില്ലേജസ് ആർ മോർ ട്രഡീഷണൽ. പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വില്ലേജുകൾ എന്താണ്? അർബൻ ലൈഫിൻ്റേതായിട്ടുള്ള ചില എലമെൻറ്റുകൾ, ഘടകങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഉള്ളേരിയയിലുള്ള, ഏറ്റവും ഉള്ളിലേക്കുള്ള, വളരെ ദീർഘമായിട്ട് ഡിസ്റ്റൻസ് ഉള്ള വില്ലേജസ് സംബന്ധിച്ചിടത്തോളം അവർ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും ജീവിച്ചു പോരുന്നത്. ഡൈവേഴ്സ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുള്ളവരാണ് ഇവിടെ റൂറൽ ഏരിയയിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാൻഡ് പോലും ഇല്ല. ജിയോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. കൺസർവേറ്റീവ് ലൈഫ് സ്റ്റൈൽ, പരമ്പരാഗതമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ദ ലൈഫ് സ്റ്റൈൽ ബൗണ്ടഡ് ബൈ ട്രഡീഷൻ, കൾച്ചർ, റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി. ആൻഡ് ദ മീഡിയ റീച്ച് ഇൻ ദി റൂറൽ ഹൗസ് ഹോൾഡ് ഈസ് വെരി ലോ. ടെലിവിഷൻ, മറ്റ് സൗകര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കുറവാണ് എന്നാണ് പറയുന്നത്. പ്രിൻ്റ് മീഡിയ ഏകദേശം 10%, TV 31%, റേഡിയോ 32%, സിനിമ 36%മാണ് മീഡിയ റീച്ചുള്ളത്. അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസൊക്കെ എന്താണ് പലപ്പോഴും വില്ലേജസിൽ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ റൂറൽ കൺസ്യൂമർ ക്ലാസിഫൈഡ് ഇൻ ടു ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ എക്കണോമിക് സ്റ്റാറ്റസ്. ഫസ്റ്റ് വൺ, ദ അഫ്ലുവൻറ്റ് ഗ്രൂപ്പ്. ദേ ആർ ക്യാഷ് റിച്ച് ഫാർമേഴ്സ്. അല്ലെ, ക്യാഷുള്ള ഫാമേഴ്സാണ് ആര്? അഫ്ലുവൻറ്റ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. വെരി ഫ്യൂ ഇൻ നമ്പർ. ഒരു റൂറൽ ഏരിയയിൽ വളരെ കുറച്ച് ആളുകളെ ഇത്തരത്തിലുള്ള അഫ്ലുവൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാവുകയുള്ളൂ. വീറ്റ് ഫാമേഴ്സ് ഇൻ പഞ്ചാബ്, റൈസ് മെർച്ചൻറ്റ്സ് ഓഫ് ആന്ധ്ര ആർ ദി എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. ദെൻ മിഡിൽ ക്ലാസ്, വൺ ഓഫ് ദി ലാർജ് സെഗ്മെൻറ്റ്സ് ഫോർ മാനുഫാക്ചർഡ് ഗുഡ്സ്. ഇറ്റ് ഈസ് ഫാസ്റ്റ് എക്സ്പാൻഡിങ്. ഫാമേഴ്സ് കൾട്ടിവേറ്റിംഗ് ഷുഗർ കെയിൻ ഇൻ UP ആൻഡ് കർണാടക ഫാൾ ഇൻ ദിസ് കാറ്റഗറി. ഫാമേഴ്സ് കൾട്ടിവേറ്റിംഗ് ഷുഗർ കൾട്ടിവേറ്റ് ചെയ്യുന്ന UP അതുപോലെ കർണാടകയിലൊക്കെ ഷുഗർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാമേഴ്സ് ഇതിന് എക്സാമ്പിളാണ്. ദെൻ പുവർ. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹ്യൂജ് സെഗ്മെൻറ്റ്. പർച്ചേസിംഗ് പവർ ഈസ് ലെസ് ബട്ട് സ്ട്രെങ്ത് ഈസ് മോർ. പർച്ചേസിംഗ് പവർ വളരെ കുറവായിരിക്കും ഈ പുവർ എന്ന് പറയുന്ന വിഭാഗത്തിന്. ദേ റിസീവ് ഗ്രാൻഡ്സ് ഫ്രം ദി ഗവൺമെൻറ്റിൽ നിന്നും ഗ്രാൻഡ്, മറ്റ് സഹായങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ബെനിഫിറ്റ്സ് മെനി സച്ച് സ്കീംസ് ആൻഡ് മേ മൂവ് ടു ദി മിഡിൽ ക്ലാസ്. അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്?
പതിയെ മിഡിൽ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ദ ഫാമേഴ്സ് ഓഫ് ബീഹാർ ആൻഡ് ഒറീസ ഫാൾ അണ്ടർ ദിസ് കാറ്റഗറി. ആൻഡ് ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്. ദ റൂറൽ കൺസ്യൂമേഴ്സ് ആർ വെരി ഹൈ ഇൻവോൾവ്മെൻറ്റ് ഇൻ എനി പ്രൊഡക്റ്റ് പർച്ചേസ്ഡ്. റൂറൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റിലും അത്രത്തോളം ഇൻവോൾവ്ഡ് ആയിരിക്കും. ദ റൂറൽ കൺസ്യൂമർ പർച്ചേസസ് പ്രൊഡക്ട്സ് മോർ ഓഫൺ, മോസ്റ്റ്ലി വീക്ക്ലി, യൂഷ്വലി ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. വളരെ കുറഞ്ഞ അളവിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക പലപ്പോഴും ഈ റൂറൽ കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നത്. ഈസ് വെരി ക്വാളിറ്റി കോൺഷ്യസ് ബട്ട് വാല്യൂ ഫോർ മണി ഈസ് എ പ്രൈം ഇമ്പോർട്ടൻസ്. ക്വാളിറ്റി കോൺഷ്യസ്, വളരെ ഗുണമേന്മയുണ്ടോ എന്ന് കൺസിഡർ ചെയ്യുന്ന ആളുകളായിരിക്കും ഈ റൂറൽ കൺസ്യൂമേഴ്സ്. പക്ഷേ പണത്തിന് മൂല്യമുണ്ടോ എന്ന് അവർ കൃത്യമായിട്ട് നോക്കും. ഹി ലുക്സ് മോർ ഫോർ ഫങ്ഷനാലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് റാദർ ദാൻ ഫ്രിൽസ് അസോസിയേറ്റഡ് വിത്ത് ഹി കാനോട്ട് യൂസ് ബട്ട് ഫോർ വിച്ച് ഹി വിൽ ഹാവ് ടു പേ എക്സ്ട്രാ. ഒരു പ്രൊഡക്റ്റിൻ്റെ കോർ ബെനിഫിറ്റിനാണ്, ഏറ്റവും കോറായിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ അതിൻ്റെ ഉപയോഗത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഈസ് ബ്രാൻഡ് ലോയൽ, വൺസ് ലോയൽറ്റി ഫോംഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിസ്ലോഡ്ജ്. ഒരു ബ്രാൻഡ്, ഒരു പ്രത്യേകമായിട്ടുള്ള ബ്രാൻഡിനോട് റൂറൽ കൺസ്യൂമേഴ്സ് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ഹി അണ്ടർസ്റ്റാൻഡ് സിംബൽസ് ആൻഡ് കളേഴ്സ് ബെറ്റർ ആൻഡ് ലുക്സ് ഫോർ എൻഡോഴ്സ്മെൻറ്റ് ബൈ ലോക്കൽ ലീഡേഴ്സ് ഓർ ഐക്കൺസ്. ഇത്തരത്തിലുള്ള റൂറൽ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നു, സിംബൽസും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്യുവാൻ അവർക്ക് സാധിക്കും. ലുക്സ് ഫോർ എൻഡോഴ്സ്മെൻറ്റ് ബൈ ലോക്കൽ ലീഡേഴ്സ്, ലോക്കൽ ലീഡേഴ്സിൻ്റെയും ഐക്കൺസ്, പാർട്ടിയുടെ ചിഹ്നങ്ങളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ. ദ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഈസ് ക്രിട്ടിക്കൽ ഫോർ ഹിം. ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഫോർമേഷൻ റിസീവ്ഡ് ആൻഡ് ഒപ്പീനിയൻ ഫോംഡ് ത്രൂ വേരിയസ് റിസോഴ്സസ് ഇൻ ഹിസ് പർച്ചേസ് ഡിസിഷൻ. പർച്ചേസ് ഡിസിഷൻ ആർ യൂഷ്വലി ടേക്കൺ ബൈ ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദി ഫാമിലി. റൂറൽ ഫാമിലിയിൽ എന്താ സംഭവിക്കുന്നത്, അവിടെയുള്ള മുതിർന്ന അംഗമാണെന്ത് ചെയ്യുന്നത് പർച്ചേസ് ഡിസിഷൻ, വാങ്ങൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ബ്രിസ്ക് ബൈയിങ് ഈസ് ഡൺ ആഫ്റ്റർ ദി ഹാർവെസ്റ്റിംഗ് പീരീഡ്. മേജർ പർച്ചേസിംഗ് ആൻഡ് ഡൺ ഡ്യൂറിങ് ദി ഫെസ്റ്റിവൽസ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും സമയത്താണ് എന്ത് ചെയ്യുക ഭൂരിഭാഗം പർച്ചേസിങ്ങും വാങ്ങൽ പ്രവൃത്തിയും നടക്കുന്നത്. ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്താണ്, ഹാർവെസ്റ്റിന് ശേഷമാണെന്ന് പറയാം. ഇൻ മെനി കേസസ് ബയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി യൂസർ. പല സാഹചര്യത്തിലും ബയറും യൂസറും തമ്മിൽ ഇവിടെ വ്യത്യസ്തമായി കാണാം. റൂറൽ എംപ്ലോയ്മെൻറ്റ് പാറ്റേൺ മെയിൽ. അഗ്രികൾച്ചറിൽ 75% ഓഫ് ഷെയർ ഇൻ എംപ്ലോയ്മെൻറ്റ്. 2004 അത് 67%. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 2%, അത് 8%. അതുപോലെ ട്രേഡ് ആൻഡ് ഹോട്ടൽസിൽ 5% ആയിരുന്നു, അത് 7% അതുപോലെ കൺസ്ട്രക്ഷൻ 4% ആയിരുന്നു, അത് 7% മാനുഫാക്ചറിങ് 7% ആയിരുന്നു, അത് 8% ദെൻ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ദി ഇന്ത്യൻ റൂറൽ മാർക്കറ്റ്. ഇന്ത്യൻ റൂറൽ മാർക്കറ്റിൻ്റെ വളർച്ചാ സാധ്യതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ലാർജ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ റൂറൽ ഏരിയയിലുള്ള ലാർജ് പോപ്പുലേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുപോലെ ഗ്രോത്ത് ഓഫ് ദി മാർക്കറ്റിൻ്റെ വളർച്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ FMCG പ്രോഡക്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കൊക്കെ വളരെയധികം മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ റൈസിങ് റൂറൽ പ്രോസ്പെരിറ്റി. റൂറൽ ഏരിയയിൽ ആളുകളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു, അവരുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി, ബ്രാൻഡ്, ഇതിലൊക്കെ ഇൻക്രീസിങ് വരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ഇംപ്രൂവിങ് റാപ്പിഡ്ലി. അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച, റോഡുകൾ, ജലസേചന സൗകര്യങ്ങൾ, അതുപോലെ തന്നെയുള്ള ഇലക്ട്രിസിറ്റി, ടെലിവിഷൻ സൗകര്യം, കേബിൾ TV, ടെലിഫോണ്, ഇങ്ങനെയുള്ള മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ് പോലെയുള്ള സൗകര്യങ്ങളുടെ പെട്ടെന്നുള്ള വളർച്ച, അത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഇൻക്രീസിങ് ഇൻകം ആൻഡ് പർച്ചേസിങ് പവർ. റൂറൽ പീപ്പിളിൻ്റെ ഇൻകത്തിൽ വർധനവുണ്ടാകുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, പർച്ചേസിങ് പവറിലും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് സംഭവിക്കുന്നു. സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ബിറ്റ്വീൻ 1981 to 2001. Number of pukka houses doubled from 22% to 41%, and kacha houses halved 41 to 23%. Percentage of BPL families declined from
46% to 27%. Rural literacy level improved from 36% to 59%. Increase in literacy and education level resultant inclination to sophisticated lives by the rural folks. Standard of living is also growing in rural areas. Accessibility of market. The road network has facilitated a systematized product distribution system to villages. വില്ലേജുകളിലേക്കെല്ലാം കൃത്യമായ റോഡ് സംവിധാനങ്ങൾ വന്നതോട് കൂടിയിട്ട് ഉൽപ്പന്നങ്ങളുടെ വിതരണ സംവിധാനം കൃത്യമായിട്ട് റെഡിയായിട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. An increase in number of companies are supplying villages market directly. Competition in the urban market is also a factor for entering into the rural market. അർബൺ ഏരിയയിലുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ കാരണം ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്തു, റൂറൽ ഏരിയയിലേക്ക് ബിസിനസ്സിനെ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. അതിന് എക്സാമ്പിളാണ് രാജ്ദൂത് മോട്ടോർ സൈക്കിൾ, ബജാജ് സ്കൂട്ടേഴ്സ്, അംബാസഡർ കാർസൊക്കെ എന്താണ് എക്സാമ്പിളാണ് ഇതിന്. ദെൻ സാച്ചുറേഷൻ ഓഫ് അർബൺ മാർക്കറ്റ് സാച്ചുറേഷൻ ആവാൻ തുടങ്ങിയത്, അവിടെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും എന്താണ് ഈ റൂറൽ ഏരിയയിലെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അത്തരത്തിലുള്ള പദ്ധതികൾ, അതുപോലെ IRDP ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ JRY ജവഹർ റോസ്ഗാർ യോജന, അതുപോലെ ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്തു, റൂറൽ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതുപോലെ സ്കിൽ ഇന്ത്യ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇതൊക്കെ എന്ത് ചെയ്തു, പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പൊട്ടൻഷ്യലാണ് റൂറൽ മാർക്കറ്റിൻ്റെ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു. അതുപോലെ ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിന്, സീഡ്സിന്, ഇങ്ങനെ എല്ലാത്തിനും ലോൺ സൗകര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്തു കൊടുക്കേണ്ടായി. Rural marketing is not expensive. Conventionally, it looks that since rural consumers are dispersed, reaching them is costly. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ളത് റൂറൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവരെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരിലേക്ക് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ്. ബട്ട് അക്കോർഡിംഗ് ടു എ റിസർച്ച് ഇറ്റ് കോസ്റ്റ് റഫ്ലി 1 crore to promote a consumer durable inside a state, including the expenses of advertising in vernacular, newspapers, television spots, in cinema advertising, radio and point of purchase promotion. Campaigns like this, which can reach millions, cost twice as much in urban areas. Rising rural prosperity and mass media has created increased demand for goods and services in rural area. Then growth in consumption വർദ്ധിച്ചു എന്നുള്ളത്. റൂറൽ ഇന്ത്യയിലെ ആളുകളുടെ ഉപഭോഗം വർദ്ധിച്ചു, ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിൽ എന്ത് ചെയ്തു, കൂടുതലായിട്ടുള്ള വർധനവുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. Then we are moving to the challenges in rural marketing. First one, understanding the rural consumer, the diversified culture, diversified perception of the rural people. It is differ from people to people. That's why understanding the rural consumer is biggest challenge. Second one, the low per capita income of the rural people. The low literacy levels in the rural people, and seasonal demand for goods in rural market depend upon the agricultural situation, as agriculture is the main source of income. Agriculture to a large extent depends upon the monsoon, and therefore the demand or buying capacity is not stable or regular. The lack of proper infrastructure and other physical facility is another challenges in village marketing. Then underdeveloped people and underdeveloped market is another challenges in rural marketing, especially in the districts of Punjab, Haryana, Western Uttar Pradesh. Larger areas and groups of people are remained beyond the technological breakthrough, and inadequate banking and credit facility is also a cause for underdeveloped people. Then traditional outlook is another challenge.
ഡ്യൂ ടു ദ ട്രഡീഷണൽ ഔട്ട്ലുക്ക് ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ് ദേ ആർ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. മാറ്റം ആക്സെപ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് ആര്? ഇന്ത്യയിലെ റൂറൽ പീപ്പിൾ. അവരെന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ, പരമ്പരാഗതമായ രീതിയിൽ ജീവിച്ചു പോരുന്നത് കൊണ്ട് അതിൽ മാറ്റമുണ്ടാക്കുവാൻ അവരെന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈവൻ റിച്ച് ആൻഡ് എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഓഫ് ഫാമേഴ്സ് ഡസ് നോട്ട് വെയർ ജീൻസ് ആൻഡ് ബ്രാൻഡഡ് ഷൂസ്. ബ്രാൻഡഡ് ഷൂസും ബ്രാൻഡഡ് ജീൻസും ഒന്നും എന്ത് ചെയ്യുന്നില്ല, വിദ്യാഭ്യാസമുള്ള ഫാമേഴ്സ് പോലും എന്ത് ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുന്നില്ല. ദേ ലാക്ക് ഓഫ് ഡിസയർ ഓഫ് ന്യൂ തിങ്സ് ആൻഡ് ന്യൂ സ്റ്റൈൽ. പുതിയ സ്റ്റൈല്, പുതിയ വസ്തുക്കൾക്കൊന്നും അവർക്ക് തീരെ ആഗ്രഹമില്ല എന്നുള്ളതാണ്. മെനി ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്സ്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭാഷകളും അതുപോലെ ഭാഷാ ശൈലികളും. ഓരോ സംസ്ഥാനത്തും ഓരോ പ്രദേശത്തിനനുസരിച്ചും ഒരുപാട് ഭാഷകളും ഒരുപാട് ഭാഷാഭേദങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസസ് 18 ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഹിന്ദി ഓൺലി ഹാസ് മോർ ദാൻ 10 വേരിയേഷൻ. ഹിന്ദി എന്ന് പറയുന്ന ഭാഷയ്ക്ക് തന്നെ 10-ലധികം വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയയിലേക്ക് എത്തുമ്പോൾ, വ്യത്യസ്തമായ റീജിയനിലേക്ക് എത്തുമ്പോൾ ഓരോ ഭാഷയ്ക്കും വ്യത്യസ്തമായ വേരിയേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ബാർട്ടർ സിസ്റ്റം, സാധനം കൊടുത്ത് സാധനം വാങ്ങുന്ന രീതി. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്, അതിപ്പോഴും പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, തുടർന്നു പോരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ചാലഞ്ചാണ്. ആൻഡ് ഇനാഡിക്വേറ്റ് മീഡിയ കവറേജ് ഫോർ പ്രൊമോഷൻ. റേഡിയോ ആണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യുന്നത്, റൂറൽ ഏരിയയിൽ കൂടുതൽ ആളുകൾ കേൾക്കുന്നത്. ടെലിവിഷൻസും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ പരിമിതികളുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു പോരായ്മയാണ്. അവൈലബിലിറ്റി ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ചീപ്പ് ബ്രാൻഡ് ഈസ് അനദർ ചാലഞ്ചസ്. Retailers pushing imitation or fake product in the place of branded products once for better commission. കൂടുതൽ കമ്മീഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫേക്ക് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇമിറ്റേഷൻ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, തങ്ങളുടെ സ്ഥാപനത്തിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നു. സ്ലോ പർച്ചേസിംഗ് ഡിസിഷൻ. പ്രോബ്ലം റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ചാനൽ മാനേജ്മെൻറ്റ് ഈസ് അനദർ പ്രോബ്ലം. ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. സംസ്കാരവുമായി ബന്ധപ്പെട്ട വാല്യൂസ്, ബിലീഫ്സ്, പെർസെപ്ഷൻസ് ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വാസ്റ്റ് ആൻഡ് സ്കാറ്റേർഡ് മാർക്കറ്റ്, അതൊരു പ്രോബ്ലമാണ്. ദെൻ സ്ട്രാറ്റജീസ്. 4 A's or approach. First one, availability. Strive to reach at least the villages with a population of market penetration. Affordability. Introducing small unit of packages affordable to the rural people. Acceptability. Offer product and services that suit the rural market, easy to understand. And awareness. One-on-one contract programs are extremely efficient. Educate and try to induce trial of the product. The distribution strategy. There are some marketing strategies used in rural market. Marketers need to understand the psyche of the rural consumers. Firms should refrain from designing products for the urban markets and then pushing them in the rural areas. Utilizing various rural folk media to reach them in their own language. Distribution strategy. Using company delivery vans, melas, hat, mandis or agricultural market, distributing the products in the rural market. Then promotional strategy. Rich traditional media forms like puppetry, folk dances, audio visuals, etc. should be used to convey the right message to the rural folk. By communicating and changing the quality of perception. Companies are coming up with new technology and they properly communicating it to the customer. By proper communication in local language is also another factor. Proper communication in local language can be used for promoting the products. By understanding culture and social values, we can introduce the product to adapt to the culture and social values, to provide what consumer wants. By associating themselves within India. Some MNCs are associating themselves with India by talking about India, by explicitly saying that they are Indian. By giving terms of brand. Companies use Indian words for brands, like LG has used Indian brand name called Sampurna for its TV. The term is a part of the Bengali, Hindi, Marathi and Tamil tongue. By adopting local way of distribution.
ഓരോ പ്രാദേശികമായിട്ടുള്ള വിതരണ രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും, ഉൽപ്പന്നങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ എഫക്റ്റീവായിട്ടുള്ള മീഡിയ കമ്മ്യൂണിക്കേഷനിലൂടെ. ദെൻ സം noteworthy success stories. Yardha Tashan Arts with Amir Khan created universal appeal for Coca-Cola, introduced bottle price ₹5. ITC in 2000, ITC Indian Tobacco Corporation took an initiative to develop direct contact with farmers who lived in far-flung villages in Madhya Pradesh. ITC's e-Chaupal was the result of this initiative. In 1998, Hindustan Unilever's Personal Product Unit initiated Project Bharat, the first and largest rural home-to-home operation by a company. Of the 2 million BSNL mobile connections, 50% are in small towns or villages. Of the 6 lakh villages, 5.22 lakh have a village public telephone. 41 million Kisan credit card have been issued. HUL with its project Shakti has already reached the 1.7 lakh villages and aspires to reach 5 lakh villages by 2020. In 2001 and 2002, LIC sold 55% of its policies in rural India. So thank you.